ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ദാ ഞാൻ ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു 10 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. കടലമാവ് കൊണ്ടാണ് നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം ഞാനിവിടെ 1 കപ്പ് അളവിൽ കടലമാവ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. നമ്മൾ എടുക്കുന്ന കടലമാവിനനുസരിച്ച് നമ്മൾക്ക് എരിവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ ഒരു സവാളയുടെ പകുതിയോളം ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി എരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ളി ഈസ്റ്റും കൂടിയാണ്. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ മാവ് ഒന്ന് കലക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇഡ്ഡലിക്കൊക്കെ മാവ് തയ്യാറാക്കില്ലേ, ആ ഒരു പരുവത്തിൽ നമ്മൾക്ക് ഈ മാവ് ഒന്ന് കലക്കി എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കാതെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്ത് കലക്കി എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലാണ് ഞാനിവിടെ മാവ് കലക്കി എടുത്തിട്ടുള്ളത്. ഇതിൽ കൂടുതൽ നമ്മൾക്ക് ലൂസാക്കി എടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം പിന്നീട് ഞാൻ 1 മണിക്കൂറോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മാവെല്ലാം നല്ല രീതിയിലൊന്ന് പുളിച്ച് കിട്ടും. അപ്പോൾ ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മളുടെ ഈസി പലഹാരം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ നല്ല രീതിയിൽ ചൂടായി വന്നതിന് ശേഷം മാത്രം ഈ മാവ് നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്ന സമയത്ത് ഞാനിവിടെ മാവ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതേ രീതിയിലാണ് ഞാനിവിടെ മാവ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഒരുപാട് സമയം ഇട്ട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു സൈഡ് നല്ല രീതിയിൽ കുക്കായി കിട്ടും. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇതിങ്ങനെ വീർത്ത് നല്ല സ്പോഞ്ച് പോലത്തെ ഒരു പലഹാരമാണ് നമ്മൾക്ക് ഇവിടെ കിട്ടുന്നത്. കാണാൻ തന്നെ എന്ത് ഭംഗിയുണ്ട്. കഴിക്കാനും അതേപോലെ വളരെ ടേസ്റ്റിയാണ്. പെട്ടെന്ന് നമ്മൾക്ക് തയ്യാറാക്കി എടുക്കാം. മാവ് നമ്മൾ കലക്കി വെച്ച് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനുശേഷം നമ്മൾക്ക് പെട്ടെന്ന് 10 മിനിറ്റ് പോലും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും ഒക്കെ ഉണ്ടെങ്കിൽ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ മഴയൊക്കെ അല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഈസി പലഹാരമൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാൻ മറന്നു പോകരുത്. അതുപോലെ പുതിയതായിട്ട് എൻ്റെ ചാനലിൽ വീഡിയോസ് കാണുന്ന വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ എന്തായാലും മറ്റൊരു ഈസി റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ബൈ ബൈ, സീ യു ഫ്രണ്ട്സ്.